ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് യഥാർത്ഥ മനോഭാവം എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ മനോഭാവം എന്താണ് നിങ്ങളോടുള്ള. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ നിങ്ങളുടെ മച്ചമ്പി നിങ്ങളെ മുള്ളേല് നിർത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങളെ മെന്റലി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ഒന്ന് മുള്ളേല് നിർത്തേണ്ട പരിപാടി ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു മനോഭാവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളാണ് നിങ്ങളുടെ മച്ചമ്പീനെ മുള്ളേല് നിർത്തിയത് എന്നാണ്. മനസ്സിലായോ? നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളാണ് പരിപാടികൾക്ക്, അതായത് ഇപ്പൊ ഒരു തിരി കൊളുത്തുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി അത് നിങ്ങളാണ് ചെയ്യുന്നത്, ഇവരല്ല ചെയ്യുന്നത്. എല്ലാം നിങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ് ഒരു പ്രശ്നങ്ങൾ വരുമ്പോ ഇവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ അതെല്ലാം നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. അവർക്ക് കുറ്റപ്പെടുത്തലുകളോ അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളെ ചൂഴ്ന്ന് ചോദിക്കുന്നതോ അതൊന്നും തീരെ താല്പര്യമില്ല. പകരം നിങ്ങളുടേതായിട്ടുള്ള നെഗറ്റീവ് പോയിന്റ്സ്, ഈ നമ്മൾ സദ്യക്ക് കറി വിളമ്പൂലേ, അച്ചാറ്, പപ്പടം, തീയലി, അവിയലി, സാമ്പാറ്, അങ്ങനെയൊക്കെ വിളമ്പുന്നത് പോലെ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാനായിട്ട് കഴിവുള്ള ആളുകളാണ് നിങ്ങളുടെ മച്ചമ്പി. പക്ഷെ അത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളായിട്ട് നിങ്ങളെ കണക്കാക്കി വെക്കും. പക്ഷെ ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉതകാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉതകാത്ത പല പരിപാടികളും ചെയ്തിട്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതെന്ന് ഉള്ളൊരു ബോധമില്ല. അത് പറയില്ല. കാരണം നിങ്ങൾക്ക് വിശ്വാസപരമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഇവിടെ അതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, അതിൽ കൂടി ഇതെന്താണ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോ ഈ പറയുന്നത് പോലെ നിങ്ങൾ 1919 ഇങ്ങനെ ചെയ്തു, 2002 നിങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇങ്ങനെ ചെയ്തു, അതുപോലെ സദ്യക്ക് ഓരോ കൂട്ടം കറി വിളമ്പുന്ന പോലെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിളമ്പാൻ തുടങ്ങും. അതും ഈ എന്താ പറയാ, ഒരാവശ്യമില്ലാത്ത മറ്റുള്ള ആരെയൊക്കെയോ പറ്റിയുള്ള കേസും കഥകളും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അതും പറഞ്ഞുള്ള വഴക്കുകളാണ്. നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ പറ്റി, നിങ്ങളുടെ രണ്ടുപേരുടെയും കേസല്ല, പുറമേയുള്ള ഏതൊക്കെയോ ആളുകളെ പറ്റിയുള്ള പറച്ചില്,
കാര്യങ്ങൾ അത് ചെറിയ ചെറിയ കാര്യങ്ങളിലോട്ട് പറയുന്നു. ഇവിടെ രണ്ടു തരം ആളുകൾ കാണുന്നുണ്ട്. ഒന്ന് മൗനമായിട്ട് യുദ്ധം ചെയ്യുന്നവര്, സൈലന്റ് ആയിട്ട് യുദ്ധം നടത്തുന്നവരും ഉണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കുന്നവര്, പെട്ടെന്ന് സൈലൻസിലോട്ട് പോകുന്നവരും ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഇവിടെ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മിസൈൽ വിടും, ഇവിടെ ഒരു ഗ്രനേഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിടും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്ക് യുദ്ധം ചെയ്യുന്നവരും ഉണ്ട്. രണ്ട് കാറ്റഗറി ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവരുടേതായിട്ടുള്ള യഥാർത്ഥ സ്നേഹം വേണം എന്ന് വാശിയായിട്ടുള്ള ആളുകളാണ്. അതെല്ലാവർക്കും ഉണ്ടാവും ആ വാശി. നമ്മളിപ്പോ ഒരു വ്യക്തിനെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കും. അപ്പൊ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമുക്കും അതേ അളവില് അതേ പ്യൂരിറ്റിയോട് കൂടിയുള്ള സ്നേഹം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിന്റെ ഒരു രീതിയിലാണ് നിങ്ങള് ഈ അതെന്താണ് ഇതെന്താണ് അങ്ങനെയൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നതും. ഇതില് നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ തെന്നി മാറും. അതായത് പിടിതരില്ല, അല്ലെങ്കിൽ പിടി തരാം എന്നുള്ള രീതിയിലോട്ടാകുമ്പോ എന്താ പറയാ, പെട്ടെന്ന് ഇങ്ങനെ തെന്നി മാറിക്കളയും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുന്നത്. കാരണം ഇവിടെ നിങ്ങള് മനഃപൂർവ്വം പല കാര്യങ്ങളും സൃഷ്ടിക്കുന്ന ആളുകളായിട്ട് കണക്കാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു വഴക്കാളി, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന വ്യക്തി, അതിന് തിരികൊളുത്തുന്ന വ്യക്തി, അങ്ങനെയുള്ള രീതിയിൽ കണക്കാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കാൻ അറിയാവുന്ന ആളാണെന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം ആ വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ വ്യക്തിക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലോട്ട് മാറാനായിട്ട് ഈ വ്യക്തി ഇങ്ങനെ പിടിതരുന്നില്ല. അതാണ് ഇവിടുത്തെ ഉള്ള ഒരു പ്രശ്നം. നിങ്ങളുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, ഇങ്ങനെ ഒന്ന് രൂപമാറ്റം വരണം, ഇങ്ങനെ ഒന്ന് കൺവേർഷൻ ആകണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മനസ്സമാധാനവും സന്തോഷവും തരുന്ന രീതിയിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്നേഹിച്ച് ഉള്ള രീതിയിൽ ഒന്ന് കൺവേർഷൻ ആകണമെന്നൊക്കെ നിങ്ങൾ ആ ഒരു രൂപാന്തരണം, ഒരു കൺവേർഷനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിതരുന്നില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല രീതിയിലുള്ള, അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങൾ പറഞ്ഞിട്ടും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തത്, നിങ്ങൾ എന്തുകൊണ്ട് അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല? കാരണം ഇവർക്ക്, നിങ്ങളുടെ ആൾക്കുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാലും നുണ പറഞ്ഞു കഴിഞ്ഞാലും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് പല ആളുകളോടും ഇഷ്ടം ഉണ്ടായിരിക്കാം, പല ആളുകൾക്കും ഓവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം, ഓവർ കെയറിങ് കൊടുക്കുന്നുണ്ടാകാം. അതൊക്കെ നിങ്ങളും അതേ അളവിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം, അതേ അളവിൽ അവരെ സ്നേഹിക്കണം, അതേ അളവിൽ അവരെ കാണണം. നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അതേ അളവിൽ അതേ കാര്യങ്ങൾ നിങ്ങളും ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണുന്നു. പക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അത് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഇപ്പോ നിങ്ങളുടെ വ്യക്തി ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് അതിന് വേറെ മുഖങ്ങളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കരിപുരണ്ട സത്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല. പക്ഷെ നിങ്ങളുടെ വ്യക്തിനെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലാക്കത്തുമില്ല. പകരം അതിന്റെ പ്രശ്നങ്ങളും പരിപാടികളൊക്കെ അത് നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞതുമാണ്. പകരം നിങ്ങളുടെ വ്യക്തി താലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പാരി എടുക്കണം. നിങ്ങളുടെ വ്യക്തി അവർക്ക് സദ്യ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിരിയാണി കൊടുക്കണം. അത്രയുമുള്ള രീതിയിൽ ഇരിക്കുവാണ്. മനസ്സിലായോ? നിങ്ങളും അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അതും പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്, അവരെ അങ്ങനെ കാണണം, അവരെ ഇങ്ങനെ കാണണം, അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവം. പക്ഷെ ഇവിടെ നെല്ലേതാണ് പതിരേതാണെന്നൊക്കെ ഉള്ള തിരിച്ചറിവില്ലേ, അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് സ്വീകരിക്കുന്നില്ല.
എന്തുകൊണ്ട് പുള്ളിയുടെ മച്ചമ്പിയുടെ ഒരു വിചാരത്തില് അത് പ്യൂരിറ്റി ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള 100% ആയിട്ടുള്ള ഒരു അടങ്ങാനാവാത്ത ഒരു നിധിയാണ്, മൂല്യമാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തികളായിരിക്കാം. അങ്ങനെയാണ് പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവരെ നിങ്ങളും അതുപോലെ കണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോണം എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ എന്തെങ്കിലും പരിപാടികൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മൂലക്കോട്ട് നീക്കി നിർത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടത്ര പ്രയോറിറ്റി തരില്ല. നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പറയുന്നതൊക്കെ പൊട്ട കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇവിടെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ഒരു കൂടിച്ചേരലോ ഒരു മുന്നോട്ടുള്ള പോക്കോ വരുമ്പോൾ അത് തട്ടിത്തടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അതെങ്ങനെയെങ്കിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇടപെടലുകൾ കൊണ്ടോ എങ്ങനെയൊക്കെയോ തട്ടിത്തടഞ്ഞ് പോകുന്ന ഒരു കാര്യം. പക്ഷെ അത് നിങ്ങളെ കൊണ്ടിട്ട് തട്ടിത്തടഞ്ഞു പോകുന്നു എന്നാണ് നിങ്ങളുടെ ആള് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് വരുത്തി തീർത്തിരിക്കുന്നത് മറ്റുള്ളവര് നിങ്ങളുടെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടാവുന്നത് എന്ന് വരുത്തി തീർത്ത് വെച്ചിരിക്കുന്നത്. അതന്നെ, ഇത് നിയമത്തിന്റെ മുമ്പിൽ വരെ എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മധ്യസ്ഥ ചർച്ചകൾക്കോ നിയമത്തിന്റെ മുന്നിലോ നിങ്ങൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് പിടിവിട്ടു പോയി മറ്റുള്ള ആരുടെയൊക്കെയോ കൈകളിൽ എത്തിയ പോലത്തെ പരിപാടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു ഇതിൻ്റെ ഉള്ളിൽ തീർക്കണ്ട, ഒരു ചുമരുകൾക്കുള്ളിൽ തീർക്കണ്ട, പരസ്പരം പറഞ്ഞു തീർക്കേണ്ട പരിപാടികൾ അത് കൈവിട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ മനഃപൂർവ്വം കൈ വിടിപ്പിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തന്നെ പറഞ്ഞത് തന്നെയാണ് വരുന്നത്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ആള്, നിങ്ങളുടെ വ്യക്തി ഒരു പുതിയൊരു മനുഷ്യനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഒരു മനുഷ്യത്തിയായിട്ട് നിങ്ങളെ സ്നേഹിക്കാനും എല്ലാം മറന്ന് പഴയതെല്ലാം പോയത് പോട്ടെ, എല്ലാം പഴയതൊക്കെ മാറി നല്ല രീതിയിൽ ഒരു പ്യൂരിറ്റിയോടുകൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളില് സ്നേഹമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്നത് പോലെ ഈ ചെറിയ ചെറിയ ഒരു കുഴി വലിയ മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി ആ കുഴി കുഴിച്ച് അതൊരു വലിയ ഗർത്തമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൽ കുറ്റക്കാരി എന്ന് പറയുന്നത് നിങ്ങളാണ്. യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ഒളിഞ്ഞിരുന്ന് മീൻ പിടിക്കുന്നു, മറ്റേ ഒളിയമ്പ് ചെയ്യുന്നു, ഒളിയുദ്ധം ചെയ്യുന്നു. നിങ്ങളെ കരിവാരിത്തേക്കാനായിട്ട് ആ ഒളിയമ്പ് ചെയ്യുന്ന വ്യക്തികൾ ശ്രമിക്കുന്നു. സമൂഹത്തിന്റെ മുന്നിലും അല്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിലും നിങ്ങളെ നിസ്സഹായതയുടെ ഒരു അങ്ങേയറ്റത്ത് കൊണ്ടുപോയി നിർത്തുന്ന പരിപാടികളും ചെയ്യുന്നു. അതിന് നിങ്ങളുടെ വ്യക്തിനെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണിലും ഇപ്പൊ സമൂഹത്തിന്റെ കണ്ണിലും നിങ്ങള് കുറ്റക്കാര്, അല്ലെങ്കിൽ നിങ്ങള് എന്താ പറയാ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവര്. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവര് ഒളിയമ്പ് ചെയ്യുന്ന ആളുകളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒളിപ്പോരാട്ടം ചെയ്യുന്ന ആളുകളാണെന്ന് അറിയുന്നില്ല. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാത്തതിന്റെ കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങൾ പല വ്യക്തികളെയും മനസ്സിലാക്കി വെച്ചതിന്റെ കുഴപ്പം
നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കുഴപ്പമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്നറിയാം. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ വേറൊരു പരിപാടിയിലോട്ടും പോവില്ല, നിങ്ങൾ ഇവരെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ആളുകളെ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരു 60% ആളുകളും ഇപ്പോഴും ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം അറിയാം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നേടാനാകും, അതൊക്കെ അറിയാം. പക്ഷേ ഇപ്പൊ നമുക്ക് എന്താ പറയാ, കണ്ടുകൊണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒന്ന് എന്താ പറയാ, ഒന്ന് A to Z കാര്യങ്ങൾ ഇത്രയും നാൾ നടന്നത് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ആരായിരുന്നു, എന്തെന്തായിരുന്നു, ആരൊക്കെയാണ് എനിക്ക് നന്നായിട്ട് നിന്നവര്, എനിക്ക് എൻ്റെ ഫ്യൂച്ചറിന് എന്നെ സ്നേഹിച്ച വ്യക്തികൾ യഥാർത്ഥത്തിൽ ആരാണ്, എനിക്ക് വേണ്ടി കല്ലും മുള്ളിലും ചവിട്ടി ഒരു മുള്ളുമേല് ജീവിതം നിർത്തി എന്നെ സ്നേഹിച്ചവരാരാണെന്ന് നിങ്ങളുടെ വ്യക്തി ഒരു വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ബാക്കി എല്ലാവരും കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നവരാണ്, പല വിധത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വന്നതാണെന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവും ഒന്ന് വിശകലനം ചെയ്താൽ. പക്ഷെ വിശകലനം ചെയ്യണം, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. കാരണം ഇവിടെ പുതിയ പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ A to Z കാര്യങ്ങളും ഒരു 80% മാറും. വ്യക്തി വിചാരിക്കണം. പിന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം ബ്ലാക്ക് മാജിക്കിന്റെ ഇതായിട്ടുള്ള നെഗറ്റീവ് എനർജിയുടെ കാര്യങ്ങൾ ഒരു പിടിച്ചു കെട്ടിയിരിക്കുന്ന ഒരവസ്ഥ, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു വിശകലനത്തിന് പോലും മനസ്സ് തോന്നിക്കാത്ത ഒരവസ്ഥ, ഒരു കൂടിച്ചേരലിന് പോലും തടസ്സം നിർത്തുന്ന ഒരവസ്ഥ, നിങ്ങളെ വിഭജിക്കുന്ന ഒരവസ്ഥ. എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്കിൽ കൂടിയും നിങ്ങൾ ഒന്നിക്കാതിരിക്കാനുള്ള പരിപാടിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനെന്താണ് പരിഹാരം എന്ന് കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കാതെ ഞാൻ എങ്ങനെ ഇതിന്റെ പരിഹാരം പറയും? ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഇരിക്കും പല ആളുകളും ചെയ്യുന്നത്. അതിൽ ഏതാണെന്ന് അറിയാതെ എന്ത് പരിഹാരം ഞാൻ പറയും? ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.